ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് SQL സെർവറിൽ എങ്ങനെയാണ് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഡെമോ അല്ലെങ്കിൽ ഒരു ഡെമ്മി ടേബിൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ കസ്റ്റമേഴ്സ് ടേബിളിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് റെക്കോർഡ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പർപ്പസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് SQL ഇൻസേർട്ട് ക്വറി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇൻസേർട്ട് ക്വറി എന്ന് പറയുന്നതിൻ്റെ ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ഇൻ ടു, പിന്നെ ടേബിളിൻ്റെ പേര്, നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ട ടേബിളിൻ്റെ പേര്, അത് കഴിഞ്ഞ് ഒരു റൗണ്ട് ബ്രാക്കറ്റിൽ കോളം ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോളംസ് ഏതൊക്കെയാണോ ആ കോളത്തിൻ്റെ നെയിംസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് വാല്യൂസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വലി കൊടുക്കേണ്ട വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്നായിരിക്കും നമ്മൾ ഫർദറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്യാവുന്ന ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോയിൽ ഓട്ടോ കംപ്ലീഷൻസ് കിട്ടുന്നതാണ്. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് സെയിൽസ് എന്ന് പറയുന്ന സ്കീമയ്ക്കകത്തുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിലേക്കാണ് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ആക്ച്വലി കോളം ലിസ്റ്റ് ആണ്. അപ്പോൾ കോളം ലിസ്റ്റ് കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ ആ ഒരു പേരുകളായിരിക്കും നമുക്ക് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കോളം, സെക്കൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് നെയിം. ഇവിടെ ഓട്ടോ കംപ്ലീറ്റിൽ നമുക്ക് എല്ലാ കോളംസും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഫോൺ, ഇമെയിൽ. ബാക്കി ഞാൻ തൽക്കാലം ഈ ബാക്കി കൊടുത്തിരിക്കുന്ന ഇവിടെ സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ ഈ ഒരു ഇൻസേർഷൻ കഴിഞ്ഞതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഈ 4 കോളംസ് മാത്രമേ ആസ് ഓഫ് നൗ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ വാല്യൂസ്, നമുക്ക് ആക്ച്വലി കൊടുക്കേണ്ട വാല്യൂസ് ഞാനിവിടെ ഇനി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഡമ്മി വാല്യൂസ് ആയിരിക്കും വാല്യൂസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ റിയൽ കേസിൽ റിയൽ ആയിട്ടുള്ള ഒരു കസ്റ്റമറിൻ്റെ പേരായിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഫോൺ നമ്പറൊക്കെ തന്നെ നമ്മളിവിടെ നമുക്ക് നമ്പേഴ്സായിട്ട് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ വാലിഡേഷൻസും കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇപ്പോൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ബോധേഡല്ല. ജസ്റ്റ് കുറച്ച് ഡമ്മി ഡാറ്റ എൻ്ററിങ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഫോൺ കൊടുത്തു, അത് കഴിഞ്ഞ് ഫൈനലി നമുക്ക് ഇമെയിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻസേർട്ട് ക്വറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് കാണാം, 1 റോ അഫക്റ്റഡ്. ഈ 1 റോ അഫക്റ്റഡ് ഇൻ ദ സെൻസ് അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോ ഡാറ്റാബേസിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ ഇൻസേർട്ട് ക്വറി ആയതുകൊണ്ട് തന്നെ ആ ഒരു 1 റോ ഇൻസേർഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ സെലക്ട് ക്വറി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട ബേസിക് ആയിട്ടുള്ള സെലക്ട് ക്വറി ഇവിടുന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ ആക്ച്വൽ സെലക്ട് ക്വറി പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റ ചെക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കസ്റ്റമർ ID ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 എന്നാണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ പ്രീവിയസ്ലി കുറച്ച് റെക്കോർഡ്സ് എൻ്റർ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് 5 എന്ന് വന്നത്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഈ കസ്റ്റമർ ID എന്ന് പറയുന്നത് 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ കസ്റ്റമർ ID നിങ്ങളിവിടെ ഈ ക്വറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കസ്റ്റമർ ID നമ്മൾ ഇൻസേർട്ട് ചെയ്ത സമയത്ത് കസ്റ്റമർ ID നമ്മൾ കൊടുത്തിട്ടില്ല. കസ്റ്റമർ ID കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ഈ ഒരു കസ്റ്റമർ ID ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിന് കാരണം ഇതൊരു പ്രൈമറി കീ ഐഡൻറ്റിറ്റി കോളം ടൈപ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റായി ഡാറ്റാബേസ് തന്നെ ജനറേറ്റായി ഇൻസേർഷൻ നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള റോസിന് കോളംസിന് മാത്രം ഡാറ്റ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ചില കോളംസ് സ്കിപ്പ് ചെയ്തായിരുന്നു. നമ്മൾ പറഞ്ഞു ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കോളംസ് നമുക്ക് നൾ വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡാറ്റാബേസിലെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ചില
റൂൾസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് നമ്മൾ ഡീപ്പായിട്ട് വേറെ വീഡിയോയിൽ പറയുന്നതാണ്, പഠിച്ചായിരുന്നു, നമ്മൾ ആഡ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നോട്ട് നൾ കൊടുത്തിരിക്കുന്ന കോളംസ് മാത്രമാണ് ആക്ച്വലി നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോട്ട് നൾ ആയിട്ടുള്ള കോളംസ് നോക്കി കഴിഞ്ഞാൽ ഐ ഡി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ആവുന്നതാണ്. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമ്മൾ നോട്ട് നൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ നോട്ട് നൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇമെയിലുമാണ്. അപ്പോൾ ബാക്കി ഇവിടെ കൊടുത്തിട്ടുള്ള സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ് അതൊക്കെ ആക്ച്വലി നൾ അലൗഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിലും ഡാറ്റാബേസ് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻസേർട്ട് ക്വറിയിൽ ആ ഒരു കോളത്തിൻ്റെ വാല്യൂസ് കൊടുക്കാതിരുന്നിട്ടും ഡാറ്റ എൻ്റർ ആയത്. ഇപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടൊരു വഴിയുണ്ട്. ഈ അതിൽ റെക്കോർഡ് ആയിട്ടുള്ള ഒരു കോളമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമെയിൽ എന്ന് പറയുന്നത് നോട്ട് നള്ളാണ്. അപ്പോൾ ഇമെയിൽ കോളം ഞാൻ കളഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഇമെയിൽ കോളത്തിൻ്റെ ഡാറ്റ കളഞ്ഞിട്ട് ഇൻസേർഷൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വറി ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എറർ ആയിരിക്കും എനിക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കനോട്ട് ഇൻസേർട്ട് ദ വാല്യൂ നൾ ഇൻ ടു ദ കോളം ഇമെയിൽ ടേബിൾ ഡെമോ സെയിൽസ് കസ്റ്റമേഴ്സ് കോളം ഡസ് നോട്ട് അലോ നൾ. അതായത് ഇവിടെ നോട്ട് നൾ എന്ന് നമ്മളൊരു റൂള് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നള്ളായിട്ട് അല്ലെങ്കിൽ അതിന് വാല്യൂ കൊടുക്കാതെ ഇൻസേർഷൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ആക്ച്വലി നോട്ട് നൾ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഇവിടെ കൊടുത്തിരിക്കുന്ന മൾട്ടിപ്പിൾ റെക്കോർഡ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇനി നിങ്ങൾക്ക് മറ്റൊരു ഡാറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ ഈ ഒരു വാല്യൂസ് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഞാൻ പുതിയ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഡാറ്റ ആയിരിക്കും ഇൻസേർട്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും 1 റോ ഇൻസേർട്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടാമത് ഈ സെലക്ട് ക്വറി ഇവിടെ നിന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് ആ ഒരു വന്ന ആഡ് ചെയ്ത ഡാറ്റയും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ന്യൂ വാല്യൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോൾ കൊടുത്ത ക്വറിയിലുള്ള ഡാറ്റയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഒരു ഡാറ്റാബേസ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ 5th കഴിഞ്ഞിട്ട് ID 7 ആണ് വന്നത്. അപ്പോൾ ഈ 6th എന്ന് പറയുന്ന ID എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇമെയിൽ ഇല്ലാതെ, അതായത് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഇമെയിൽ ഇല്ലാതെ ഒരു ഇൻസേർഷൻ ട്രൈ ചെയ്തു. അത് ആക്ച്വലി ഡാറ്റാബേസിൽ ഇൻസേർട്ട് ആയിട്ട് അത് ശരിക്കും റോൾ ബാക്ക് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് റോൾ ബാക്ക് ഒക്കെ നമ്മൾ ഇനി അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ആയതുകൊണ്ടും ഡീപ്പായിട്ട് പിന്നീടായിരിക്കും പഠിക്കുന്നത്. പക്ഷേ അത് ആക്ച്വലി ഒരു ഇൻസേർഷൻ നടന്നിട്ട് അത് ഫെയിലായിട്ട് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ID സ്കിപ്പായി പോയിരിക്കുന്നത്. കാരണം ആ ഒരു ഇൻസേർഷൻ ഫെയിലായി നമുക്കൊരു എറർ മെസ്സേജ് കിട്ടിയതാണ്. അതുകൊണ്ടാണ് നെക്സ്റ്റ് ID എന്ന് പറയുന്നത് 7 ആയിട്ട് വന്നത്. അതാണ് ആ ഒരു ID മിസ്സിങ് ആവാനുള്ള കാരണം. കാരണം ഡാറ്റാബേസ് ഇപ്പോഴും ID എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ID നമുക്ക് ഡാറ്റാബേസിലെ പ്രൈമറി കോളത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻസേർഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സെലക്ട് ക്വറി, നമുക്ക് ഡാറ്റ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, ഈ ഒരു ഡാറ്റാബേസിൽ നിന്ന് പല രീതിയിൽ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസേർഷനിൽ നമ്മൾ അറ്റ് എ ടൈം ഒരു റെക്കോർഡാണ് ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ റോസ് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ ഒരു ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വാല്യൂസ് കോളംസ് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വാല്യൂ കോളംസ് നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് കോമ സെപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ കസ്റ്റമർ 3, കസ്റ്റമർ 4 എന്ന് പറഞ്ഞ പുതിയ വാല്യൂസ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇൻസേർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുറേ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തെ വന്നതുപോലെയല്ല, ഇവിടെ 3 റോസ് അഫക്റ്റഡ് എന്നാണ് വന്നത്. അതിനർത്ഥം എന്ന് വെച്ചാൽ 3 റോസ് ഇൻസേർട്ട് ക്വറി ഉണ്ട്, 3 റോസ് ഇൻസേർട്ടായി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ ക്വറി, പക്ഷേ എക്സിക്യൂട്ട് ആയ ക്വറി നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ക്വറി മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പോലെ 2 ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് 2 സെപ്പറേറ്റ് ക്വറി ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഒറ്റ ക്വറിയിൽ തന്നെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് നമ്മൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഒറ്റ ഇൻസേർട്ട് ക്വറിയിൽ നിന്ന് മൾട്ടിപ്പിൾ റോസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ സെലക്ട് ക്വറി ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ 3 റെക്കോർഡ്സ് അല്ലെങ്കിൽ 3 റോസ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ സെയിം ഡാറ്റ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ വാല്യൂസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം.
അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ കൊടുക്കാതിരുന്ന കോളംസ് സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ് എന്നൊക്കെ പറയുന്നത് നമുക്കിവിടെ കോമ സെപ്പറേറ്റ് ചെയ്ത് ബാക്കി ഇപ്പോൾ ഇമെയിലൊക്കെ കൊടുത്ത പോലെ തന്നെ ബാക്കി കോളംസ് ഇതുപോലെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ SQL സെർവർ മാനേജ്മെന്റ് സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോൾ മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ കംപ്ലീറ്റ് നമ്മൾക്ക് വിഷ്വൽ സ്റ്റുഡിയോയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഫുൾ ഓട്ടോ കംപ്ലീഷൻസും അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ സിൻടാക്സ് വയലേഷനൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ഒരു ഇമെയിലിൻ്റെ കോഡ്സ് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ റെഡ് മാർക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സിൻടാക്സ് വൈസ് എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കായിട്ട് ഇൻസേർഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ സിൻടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ റോസ് ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റോസ് ആയിട്ടോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം.